ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ ബസിന്റെ ഉള്ളിലാണല്ലോ ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്നത്. അതായത് 1985 നിർമ്മിക്കപ്പെട്ട ഖുർആൻ ബസ്സാണ് സൗദിയിലെ മദീനയിലുള്ള ഈ ഒരു ഖുർആൻ ബസ്. അതായത് ഏകദേശം 200ഓളം രാജ്യങ്ങളിലേക്ക് ഖുർആൻ പ്രിന്റ് ചെയ്ത് വിടുന്ന ഒരു ഖുർആൻ ബസ്സാണ് ഈ ഒരു കാണുന്നത്. 70ഓളം ഭാഷകളിൽ 200ഓളം രാജ്യങ്ങളിലേക്ക് ഏകദേശം ഒരു വർഷത്തിൽ 20 കോടി ഖുർആന് ഇവിടുന്ന് ഫ്രീ ആയിട്ടാണ് പ്രിന്റ് ചെയ്ത് വിടുന്നത്. അതായത് നല്ല ക്വാളിറ്റിയില്, ടോപ്പ് ക്വാളിറ്റിയിലാണ് ഇത് പ്രിന്റ് ചെയ്ത് വിടുന്നത്. വിശാലമായൊരു സ്ഥലം, നല്ല ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കയറുമ്പോൾ തന്നെ ഫുള്ള് കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട്, നല്ല പച്ചപ്പും നല്ല പുൽമേടുകളായിട്ട് നമ്മളതിന്റെ ഫ്രണ്ടേജിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു ഖുർആൻ പ്രസ് ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഖുർആൻ പ്രസ് എന്താണ് പറയപ്പെടുന്നത്. അതും ഫുള്ള് ഫ്രീ ആയിട്ടാണ് ഇവിടെ ഖുർആൻ പ്രിന്റ് ചെയ്ത് എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നത്. അതായത് യൂറോപ്പ് കൺട്രികളിലാണ് 200ഓളം രാജ്യങ്ങളിലേക്ക് ഖുർആൻ ഫ്രീ ആയിട്ടാണ് ഇവിടുന്ന് പ്രിന്റ് ചെയ്ത് വിടുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് കയറി എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കാണുന്നതുണ്ടല്ലോ, ഒരുപാട് മോഡലാണ് ഖുറാന്റെ, ഒരുപാട് മോഡൽ പല എന്താണ് ഭാഷകളിൽ പ്രിന്റ് ചെയ്ത ഖുറാനുകളും അതുപോലെ ചെറിയ ടൈപ്പ് ഖുറാനുകളും അതെല്ലാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയൂട്ടില്ലേ. അതുപോലെ പഴയ കാലങ്ങളിൽ ഖുറാന് ഗേസറ്റുകളിലായിരുന്നല്ലോ ഖുറാൻ ഉണ്ടായിരുന്നത്. അതുപോലെ പഴയ കാലത്തെ ഗേസറ്റുകൾ, CD, പെൻഡ്രൈവ്, ആപ്പുകൾ എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഖുറാനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭാഷകളിലും അതുപോലെ കണ്ണ് കാണാത്തവർക്ക് പറ്റിയ ഖുർആൻ എന്നാണ് ഓതാൻ പറ്റിയ ഖുർആനുകൾ പല ഐറ്റം പ്രിന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. എന്തായാലും ഇതൊരു ലോകമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനുകളൊക്കെ നമ്മൾ ഒരു എന്താ പറയുക, എത്രയാണ് ഇപ്പോൾ ആ ഒരു 10 മില്യന്, അതായത് 10 മുതൽ 20 മില്യനാണ് ഒരു വർഷം പ്രിന്റ് ചെയ്ത് ഇവിടുന്ന് പോകുന്നത്. അതുപോലെ കണ്ടില്ലേ ഇത്ര ഖുർആനുകളാണ് ഒരേ ടൈമിൽ അട്ടിട്ട് വെച്ചിട്ട് കാണണ്ടില്ലേ. ഒരു ലോകമാണിത്. ഇതിന്റെ പ്രിന്റിങ്ങുകൾ, മെഷീനുകളൊന്നും നമുക്ക് ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, അത്രയും കൂടുതലാണ് ഇവിടെ. നമ്മൾ ഖുർആന്റെ ഫ്രണ്ടിൽ വരുന്ന ചട്ടകളും പേപ്പറുകളും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് നമ്മളിവിടെ എത്ര ആള് വരുന്നുണ്ടെങ്കിലും ദിവസം ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ ഉംറയ്ക്ക് വരുന്ന ഒരുപാട് ആൾക്കാർ, 100ഉം 1000ഉം ഒക്കെ ആൾക്കാർ ഇവിടെ ദിവസം വന്നു പോകുന്നുണ്ട്. അവർക്കൊക്കെ ഇവിടുന്ന് ഓരോ ഖുർആന്, കുട്ടികളായാലും വലിയവരായാലും, കുട്ടികൾ ഓതുന്ന ഖുർആന്, അങ്ങനെ എല്ലാ ഖുർആനുകളും ഓരോ ദിവസം വരുന്ന ആളുകൾക്കൊക്കെ ഫ്രീ ആയിട്ട് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഖുർആനിനെ കുറിച്ചിട്ട് ഇവിടെ കൂടുതൽ നമുക്ക് പഠിക്കാനും, മദീനയിൽ നിന്നാണ്, മദീന മണ്ണ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മണ്ണ്, ഖുർആൻ ഇറങ്ങിയ മണ്ണ്, ഖുർആന്റെ ലിപികളൊക്കെ ഇറങ്ങിയ മണ്ണാണല്ലോ മദീനയിലെ മണ്ണ്. ആ മണ്ണിൽ തന്നെ ഇതുപോലത്തെ ഒരു പ്രസ്സും ഇതുപോലെ വന്ന് കാണാൻ പറ്റുന്നതും ഇത് വലിയ ഭാഗ്യം തന്നെയാണ്. ഈ ഖുർആന്റെ പ്രസ്സൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാം. അപ്പൊ മദീനയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തായാലും ഇവിടെ വന്ന്, ഇവർക്ക് എൻട്രൻസിന് ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നുണ്ടില്ല. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ ഇവിടെ ഓപ്പൺ ആയിരിക്കും. വെള്ളിയും ശനി ഇവിടെ ഓഫാണ്, ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഓപ്പൺ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ മദീനയിലേക്ക് വരുമ്പോൾ മാക്സിമം ഇതൊക്കെ വന്ന് കാണാൻ ശ്രമിക്കുക. ഒരുപാട് പേര് മദീനയിൽ വന്ന് ഇതെല്ലാം കാണാതെ പോകുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ഇവിടെ വന്ന് കാണാനും ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ. ഒരുപാട് പേര് മദീനയിൽ വന്ന് ഇതെല്ലാം കാണാതെ പോകുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ഇവിടെ വന്ന് കാണാനും ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ. അപ്പൊ ഒരിക്കലും നിങ്ങൾ മദീനയിൽ വരുമ്പോൾ ഇനി ഒരു സ്ഥലങ്ങളൊന്നും കാണാതെ പോകരുത്. ഒക്കെ ചീപ്പായിട്ട് ഇവിടെ നമുക്ക് വണ്ടികളും കാര്യങ്ങളും കിട്ടും. അപ്പൊ എന്തായാലും മറക്കണ്ട, വീഡിയോ സേവ് ചെയ്ത് വെച്ചോളും. മദീനയൊക്കെ വരുന്നവർക്കൊക്കെ എന്തായാലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.